ഏറ്റവും ചെറിയ കത്തി അരത്തിലിൻ്റെയും ഉരുക്കിൻ്റെയും വാളിൻ്റെയും തീർത്ത ചെറിയ കുഞ്ഞു കത്തി മുതൽ വലിയ വെട്ടുകത്തി, ഇറച്ചിക്കത്തി, കറിക്കത്തികൾ, മീൻ കത്തി, കശാപ്പ് കത്തി, എല്ലാ ടൈപ്പും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു 100-300 മോഡലുകൾ ഇതിനകത്ത് ഈ സ്ഥാപനത്തിൽ കിട്ടുന്നത്. അപ്പം ഞങ്ങളുടെ കത്തികളുണ്ട് ഇരുമ്പിനെ മുറിച്ചെടുക്കുക. ഇരുമ്പിനെ മുറിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടി മുറിക്കുകയെന്നല്ല, ഇങ്ങനെ ചെത്തിയെടുക്കുക. കാണിച്ചു തരാം കേട്ടോ. മലപ്പുറം കത്തിന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ, അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നിപ്പം ഒരുപാട് പേര് ഞാൻ ആദ്യമായിട്ട് കാണാനോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഇപ്പം അതിൻ്റെ ഏകദേശം മോഡലുകളാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് ഏലം കവാത്തൊക്കെ ചെയ്യില്ലേ, അതിനുപയോഗിക്കുന്ന അരിവാളാണ്. മടക്ക് കത്തികളുടെ കളക്ഷൻ ഇഷ്ടം പോലെയാണ്. ഒരു കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള മടക്ക് കത്തിയാണ്. അടപ്പൻ എന്ന് പറയും, തിരുവിതാംകൂർ മോഡൽ അടപ്പൻ. ഗൂർക്ക കത്തി ഉണ്ട് കേട്ടോ. സ്പ്രിംഗ് സ്റ്റീൽ മെറ്റീരിയൽ ഉണ്ടാക്കിയ വീടിയുടെ പിടി പിച്ചളക്കെട്ടൊക്കെ വെച്ചുള്ള സ്പെഷ്യൽ നൈഫാണ്. ഷെഫ്മാരൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈനാണ്. അതൊക്കെ സ്പെഷ്യലായിട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് പിച്ചളൊക്കെ പതിച്ച് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഷെർബിൻ മോഡൽ നൈഫുകൾ. ഇതൊക്കെ ആകുമ്പോൾ മീൻ കത്തിയാണ്. മത്സ്യം മുറിക്കാൻ വലിയ മീനുകളൊക്കെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാനൊക്കെ പറ്റുന്ന മീൻ കത്തിയാണ്. അത് പാലാവാക്കത്തി. പാലാവാക്കത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് 1 കിലോ, 1.5 കിലോ, 2 കിലോ വരെയൊക്കെ ഈ ടൈപ്പ് കത്തികളുണ്ട്. ഇറച്ചി കച്ചാപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കത്തി. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് രാമേന്ദ്രൻ കത്തികൾ, കൊടുവായൂർ, പിട്ടിപ്പീടിക, കൊടുവായൂർ. അവിടെയാണ്. അപ്പോൾ രാമേന്ദ്രൻ കത്തികൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കൊടുവായൂർ പിട്ടിപ്പീടികയിൽ. ഞങ്ങളുടെ അടുത്തൊരു ശ്രീവത്സം പറഞ്ഞിട്ടൊരു ബാറുണ്ട്, അതിന് ഏകദേശം ഓപ്പോസിറ്റ് വരും. പിന്നെ അതേപോലെ നമ്മുടെ ക്യാപ്സ് റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങാണ്. ക്യാപ്സിൻ്റെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നിട്ട് ക്യാപ്സിൻ്റെ നേര് കാണുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഓപ്പോസിറ്റാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നത് 3 തരം മെറ്റീരിയൽ തീർത്ത ആയുധങ്ങളാണ്. വെട്ടുകത്തി, കറിക്കത്തി, അങ്ങനെയുള്ളത് 3 തരം മെറ്റീരിയലാണ്. ഒന്ന് ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫ് എന്ന് പറയുന്നത്, ഇതുപോലത്തെ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന വെട്ടുകത്തി, വാക്കത്തി, കറിക്കത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ ലോറി ബസ്സിൻ്റെ ലീഫിലാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് മെറ്റീരിയൽ, ഇത് അടിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ രണ്ടാമത് മൂർച്ച കൂട്ടുന്ന അരമുണ്ട്. അരം അതിൽ തീയിൽ കാച്ചി അടിച്ചുണ്ടാക്കിയിട്ട് അരത്തിലാണ്. ഇത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും ഞങ്ങൾക്ക്. അരത്തിൽ ഈ രീതിക്ക് ആദ്യം അടിച്ചുണ്ടാക്കും. ഇതുപോലെ ഇതാണ് അരം. അതിന് ഈ തീയിലിട്ട് കാച്ചി ഈ ഷേപ്പാക്കി എടുത്ത് പിന്നെ അതിനെ ഗ്രൈൻഡ് ചെയ്ത് അരത്തിൻ്റെ കത്തിയാണ്. മാർക്കൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഇതാണ് ഈ കത്തി. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് ഡ്രില്ലിങ് ഒക്കെ കഴിഞ്ഞ് പിടിയൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് വരുമ്പോൾ ഇതുപോലെ ആവും. അരത്തിൻ്റെ ഏറ്റവും വലിയ കത്തിയാണ് ഇത്. അതിൻ്റെ ചെറുത് പല സൈസുകളുണ്ട്, പല വലിപ്പത്തിലുണ്ട്. അതിൻ്റെ തൊട്ട് ചെറുത് ഇത് 10 ഇഞ്ച് അരത്തിൽ ചെയ്യുന്നതാണ്. ഇത് 14 ഇഞ്ച് അരത്തിൽ ചെയ്യുന്നത്. ഇതൊരു 500-550 ഗ്രാമൊക്കെ ഇത് വെയിറ്റ് വരും. ഇതൊരു 10 ഇഞ്ച് അരമാകുമ്പോൾ ഒരു 200-250 ഗ്രാമിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വെയിറ്റ് വരിക. അതൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ പണിയെടുക്കുമ്പോൾ സകലം കുറേയൊക്കെ ചെയ്യും. പിന്നെ ഏറ്റവും കുഞ്ഞ് കത്തി ഇതാണ്. കണ്ടില്ലേ, ഏറ്റവും വലുത് ഇത്, മീഡിയം ഇത്, അതിൻ്റെ ഏറ്റവും കുഞ്ഞത്. പിന്നെ അതിൻ്റെ ഇട സൈസുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ഓരോ മോഡൽ നമ്പറൊക്കെ കിട്ടുന്നുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, പിന്നെ നമ്പർ 4, പിന്നെ അതിൻ്റെ അടുത്ത വലിപ്പം വന്നിട്ട് നമ്പർ 5, നമ്പർ 6, ഈ മോഡൽ. ഇതിൽ തന്നെ എല്ലാത്തിനും ഒരു 3 ഷേപ്പ് വരും ഞങ്ങളുടെ കത്തികൾക്കൊക്കെ. മൊനയുള്ള ടൈപ്പ്, അതേപോലെ സ്ക്വയർ ടൈപ്പ്, പിന്നെ ഇതിൻ്റെ തന്നെ റൗണ്ട് ടൈപ്പ് ഉണ്ട്. ഇതുപോലെ റൗണ്ട് ടൈപ്പ്, അങ്ങനെ 3 ഷേപ്പാണ് ഞങ്ങളുടെ എല്ലാവിധം. ഏകദേശം എല്ലാ കത്തികൾക്കും 3 ഷേപ്പ് വരിക. അത് ജനങ്ങളുടെ ഓരോ ആൾക്കാർ ഓരോന്നും ഇഷ്ടപ്പെടും. റൗണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സ്ക്വയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതിനെല്ലാത്തിനും അരത്തിൻ്റെ കത്തികൾക്ക് എല്ലാത്തിനും വീട്ടിൽ ഫുൾ ടാങ്ക് ആയിരിക്കും. ഇങ്ങറ്റം വരയ്ക്കേണ്ട, പിടി ഇങ്ങറ്റം വരയ്ക്കേണ്ട. അതിൻ്റെ ആണല്ലേ, ഇങ്ങറ്റം വരയ്ക്കും. റിബിറ്റൊക്കെ വെച്ച് വീട്ടിയുടെ പിടി പിച്ചളൊക്കെ ഇട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. ഈ ഏറ്റവും ചെറിയ കുഞ്ഞു കത്തിക്ക് ഈ 2 ടൈപ്പിന് മാത്രം ഞങ്ങൾ പിച്ചള ഇവിടെ ഇടക്കിട്ട് കൊടുക്കില്ല. ഇതായിരിക്കും ഷേപ്പ്. ഇതിന് വീട്ടിയുടെ പിടി മാത്രമായിരിക്കും. ഇതിനകത്ത് പിച്ചളുടെ വാഷർ വയ്ക്കും. ഇതിനകത്ത് പിച്ചളക്കെട്ടും, വലിയ കത്തികൾക്കൊക്കെ പിച്ചളക്കെട്ടും. നമ്പർ 3 മുതൽ എല്ലാത്തിനും പിച്ചളക്കെട്ടും വാഷറൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അരത്തിൻ്റെ കത്തികൾ. ഇതൊക്കെ
പണ്ട് കാലത്ത് ഇത് ഈ അരന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാർബർമാരൊക്കെ ഉപയോഗിക്കുന്ന ഷേവിങ്ങിന് ഉപയോഗിക്കുന്ന കത്തിയില്ലേ, ഷേവിങ് കത്തി, മാരാക്കത്തി എന്ന് പറയും. അത് ഉണ്ടാക്കുന്നത് ഈ ബ്ലേഡിലാണ്, ഈ അരം കൊണ്ടാണ് അടിച്ചുണ്ടാക്കുന്നത്. നല്ല രോമം പോണെങ്കിൽ നല്ല മൂർച്ച വേണം. ആ മെറ്റീരിയലാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഓയിൽ ടെമ്പറിങ്ങാണ് ചെയ്യുന്നത്. അരത്തിൽ അടിച്ചുണ്ടാക്കിയിട്ട് ടെമ്പറിങ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ്. സാധാരണ ആൾക്കാർ പല രീതിയിൽ വെള്ളത്തിൽ ടെമ്പർ ചെയ്യും, മറ്റുള്ള രീതിയിലേക്ക് ടെമ്പർ ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതലും ചെയ്യുന്ന ഏകദേശം കത്തികളെല്ലാം ചെയ്യുന്നത് ഓയിൽ ടെമ്പറിങ്ങാണ്. അപ്പം എന്നും ബ്ലേഡ് പോലെ മൂർച്ച കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂർച്ച കുറയുമ്പോൾ തേച്ച് കൊടുത്താൽ മാത്രം മതി. തേക്കുന്നത് തന്നെ സാധാരണ ഏറ്റവും നല്ലത് പാറപ്പൊടിയുടെ വെള്ളാരങ്ങളുടെ പാറപ്പൊടി ഇല്ലേ, അതിൽ തേച്ച് മൂർച്ചയാക്കാം. തേക്കുന്നത് തന്നെ ഇതേപോലത്തെ ഏറ്റവും നല്ലത് വെള്ളാരങ്ങളുടെ പാറപ്പൊടി ഇല്ലേ, അതിന് പല കഷ്ണത്തിൽ ആശാരിമാർ ഉളി തേക്കുന്ന പോലെ തേച്ച് മൂർച്ചയാക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ സ്റ്റോൺ നമുക്ക് മേടിക്കേണ്ട. ഞങ്ങളിവിടെ നമ്മുടെ കടയിലുണ്ട് സ്റ്റോണിൽ തേച്ച് ചാണകല്ലാതെ മൂർച്ച കൂട്ടുന്ന കല്ല്, ഇത് തേച്ച് മൂർച്ചയാക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ അരമുണ്ട്, മൂർച്ച കൂട്ടാൻ പറ്റുന്ന അരത്തിൽ തേച്ച് മൂർച്ചയാക്കാം. ഇല്ലെങ്കിൽ ഈ സാൻഡ് പേപ്പറിൽ എമരി, അത് 90, 120 പറഞ്ഞിട്ടുള്ളത് കടകളിൽ മേടിക്കാൻ കിട്ടും. അതിലും ഒരു പലകട കഷ്ണത്തിൽ അടിച്ചിട്ട് അങ്ങനെയും തേച്ച് മൂർച്ചയാക്കാം. പിന്നെ ഈ കത്തികൾ കംപ്ലീറ്റും വെള്ളം നനഞ്ഞ് അങ്ങനെ വെക്കാൻ പറ്റില്ല. വെള്ളം നനഞ്ഞ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിൽ ചെറിയ കറ വരും. അപ്പോൾ കറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ് കഴിഞ്ഞ് തുടച്ചിട്ട് ശകലം ഒന്ന് വെളിച്ചെണ്ണം തൂത്ത് കഴിഞ്ഞാൽ കറ വരിയെ തുരുമ്പെടുക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെയാണ് കത്തികൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ ചെയ്യുന്നത് ഒന്നാമത് ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫിൽ പറഞ്ഞു. പിന്നെ രണ്ടാമത് അരത്തിൻ്റെ കത്തികളുടെ പറഞ്ഞു. ഇത് മൂന്നാമത് ചെയ്യുന്നത് അറക്കവാളിൽ മരം അറക്കുന്ന വാളിൻ്റെ ഇതാണ് വാളിൻ്റെ ഇത്. അതിൽ ചെയ്ത കത്തികൾ കറുക്കത്തി, ഉള്ളി സബോളയെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം കനമുള്ളത് പറ്റില്ല. അപ്പോൾ അതിന് കനം കുറഞ്ഞാണ് ഉപയോഗിക്കുക. അതിൽ വാളിൽ ചെയ്ത കത്തികളാണ് ഇതുപോലത്തെ കത്തികളൊക്കെ. അതിൽ തന്നെ പല ഷേപ്പുകൾ വരും കേട്ടോ. ഇതൊരു മോഡൽ ബ്ലേഡിൻ്റെ ഉള്ളി സബോള ഹോട്ടലുകാരൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നത്. നല്ല മൂർച്ച അതിന്. നല്ല ഇതും ഉരുക്ക് തന്നെയാണ്, സ്പ്രിംഗ് സ്റ്റീൽ തന്നെയാണ്. ഈ ബ്ലേഡ് എന്ന് പറയുന്നത് ഉരുക്കിൽപ്പെടും കേട്ടോ. ഇത് തേക്കിൻ്റെ പിടിയിട്ടാണ്. പിന്നെ അതിൻ്റെ തന്നെ ചുവന്ന പിടി, പടാക്കിൻ്റെ പിടിയിട്ട കത്തികളാണ് ഇത്. കണ്ടല്ലേ, ഇതൊരു ഷേപ്പ് കട്ട വെച്ചത്. അതിൻ്റെ തന്നെ ഇതാ കറുക്കത്തി മോഡൽ വീതി, കോട്ടയം അങ്ങനെ ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വീതി കൂടി കറുപ്പിച്ചാത്തി ആണല്ലേ. ഇതിൻ്റെ തന്നെ ചുണ്ടുള്ള ടൈപ്പ്, ഇതിൻ്റെ തന്നെ മോനയുള്ള ടൈപ്പ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി. ചെറുത് മുതൽ ചെറിയൊരു ചെറിയ കത്തി, അതായത് ഉള്ളി സബോള കട്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ചെറിയ കത്തികൾ ബ്ലേഡിൻ്റെ ആണ്. ഇതിൽ ചെറുത് മുതൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിന് സാധാരണ ഈ വാളിൻ്റെ കത്തികൾക്ക് വില കുറവായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ കണ്ടില്ല, ഈ ചുവന്ന പടാക്കിൻ്റെ പിടി ചെറിയ പിച്ചള കെട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ പോളിഷ് ചെയ്തത്, അതിൻ്റെ വേറെ മോഡൽ. അങ്ങനെ വാളിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞങ്ങളത്, ഒരുപാട് മോഡലുകളുണ്ട്. ഇത് വന്നിട്ട് വീട്ടിയുടെ പിടിയാണ്, SP കറുക്കത്തി. കപ്പ, മീൻ, മലക്കറികളൊക്കെ അരിയാൻ പറ്റുന്ന കനം കുറഞ്ഞ, എല്ലാവർക്കും കനം കൂടുതൽ വേണമെന്ന് പറയില്ല, അപ്പോൾ കനം കുറഞ്ഞത് വാളിൻ്റെ കത്തികൾ. ഇതൊക്കെയാണ് വാളിൽ തീർത്ത കത്തികൾ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ വെട്ടുകത്തി പറഞ്ഞ് നാടൻ എല്ലാ മോഡൽ ഷേപ്പുകളും ഉണ്ടാവും അല്ലേ. വെട്ടുകത്തി, മീൻ കത്തി, ഇറച്ചിക്കത്തി, കശാപ്പിന് ഉപയോഗിക്കുന്ന കത്തി. ഇതൊക്കെ വന്നിട്ട് മീനിൻ്റെ പണിക്ക് ഉപയോഗിക്കുന്ന കത്തി, മീൻ കടക്കാരെ കൊണ്ടുപോകുന്നു. തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. മീൻ വെട്ടുന്ന ഇതൊരു ഷേപ്പ്, ഇത് ചിക്കനും ഇറച്ചി എല്ലൊക്കെ വെട്ടാൻ പറ്റും. ഇത് മീനൊക്കെ കത്തി, ഇതുകൊണ്ടും എല്ലൊക്കെ വെട്ടാം. അല്ലേ ഒരു 450-500 ഗ്രാമൊക്കെ വെയിറ്റ് വരും. ഇതാകുമ്പോൾ ഒരു 500 ഗ്രാം വെയിറ്റ്. പിന്നെ അതിൻ്റെ തന്നെ പിടിയിടാത്ത കശാപ്പ് കത്തി, ഇറച്ചി എല്ലൊക്കെ വെട്ടാൻ. ഇത് 1 കിലോ മുതൽ ഇപ്പോൾ ഒരു 2 കിലോ വരെ ഉള്ളത് ഞങ്ങളുടെ അടുത്ത് നിലവിലുണ്ട്. കശാപ്പ് കത്തി 2 കിലോ വരെ, 2.25 കിലോ വരെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ പിടിയിട്ടത്, ചിലർ കൈ വേദനിക്കുന്നു പറഞ്ഞിട്ട് പിടിയിടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഹെവിയാണ്. ഇത് 1 കിലോ, 1.5 കിലോ, 2 കിലോ വരെയൊക്കെ ഈ ടൈപ്പ് കത്തികളുണ്ട്. ഇറച്ചി കശാപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കത്തികൾ. അത് ആട്, പോത്ത്, പന്നി അങ്ങനെയുള്ളവ വെട്ടാനൊക്കെ കശാപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. പിന്നെ അതേപോലെ ഇതൊക്കെ ആകുമ്പോൾ മീൻ കത്തിയാണ്, മത്സ്യം മുറിക്കാൻ വലിയ മീനുകളൊക്കെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാനൊക്കെ പറ്റുന്ന മീൻ കത്തിയാണ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ചെറുത് വലുത് ഉണ്ടല്ലേ. മീൻ കത്തി തന്നെ ഈ മോഡലുണ്ട്. ഇത് തന്നെ ഇത്തിരി കാനുള്ളത് വെട്ടാനും മുറിക്കാനും പറ്റുന്ന കത്തികൾ. അങ്ങനെയൊക്കെയാണ് ബീഫിൽ അടിച്ചത്. പിന്നെ അതിൻ്റെ സ്ക്വയർ ടൈപ്പ് ഇത് ഇറച്ചി എല്ലൊക്കെ വെട്ടാനും മീനൊക്കെ വെട്ടാനൊക്കെ പറ്റുന്ന കത്തിയാണ്. പിന്നെയുള്ളത് വെട്ടുകത്തികൾ. തലവെട്ടിക്കത്തി വീട്ടിയുടെ പിടിയിട്ടാണ്, സ്പെഷ്യലായിട്ട് വീട്ടിപ്പിടിയൊക്കെ ഇട്ട് തലവെട്ടിക്കത്തി. എനിക്കിത് ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്യുന്നത്, ഫഫ് ചെയ്യുന്നത്. അതിൻ്റെ ഫഫ് ചെയ്യാത്താണ്, പോളിഷ് വരുത്താത്ത കത്തികളാണ് ഇതൊക്കെ. അതിൻ്റെ പോളിഷ് വരുത്തിയ കത്തിയാണ്. ഇത് രണ്ടും ഒരേ മെറ്റീരിയലാണ്, മെറ്റീരിയൽ വ്യത്യാസമൊന്നുമില്ല. ഇത് ടെമ്പർ ചെയ്തിട്ട് അതേ കളർ ഇടുന്നു, ഇത് പോളിഷ് ചെയ്തിട്ട് ഫഫ് ചെയ്തെന്ന് മാത്രം കേട്ടോ. ഇതിൻ്റെ തന്നെ കൊളുത്തുള്ള വെട്ടുകത്തിയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന കൊളുത്ത് വെട്ടുകത്തിയാണ്. അതിൽ 2 ഷേപ്പ് വരും. ഇതൊന്ന് ഈ ഷേപ്പൊന്നും, ഒന്ന് സ്ട്രൈറ്റ്, ഒന്ന് ചെറിയതായിട്ടൊരു ബെൻഡ് വരും.
ഇതാകുമ്പോൾ ബെൻഡ് ഉണ്ടാവില്ല. ഇതൊരു 700 ഗ്രാം 800 ഗ്രാമൊക്കെയാണ് വെയിറ്റ്. ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇതിന് തന്നെ 1 കിലോൻ്റെ വെയിറ്റും ചെയ്യാറുണ്ട്. അതിപ്പോൾ സ്റ്റോക്കില്ല എന്നുണ്ടല്ലോ. തലവെട്ടി ഇത് തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ നമ്മുടെ മാവേലിക്ക് ആലപ്പുഴ കഴിഞ്ഞാൽ ഈ മോഡലുകൾ കൊല്ലം ആ ഭാഗത്ത് കൂടുതലായിട്ട് പോകുന്ന കത്തികളാണ് ഇതൊക്കെ. ഇത് തലവെട്ടി കത്തി പറഞ്ഞാൽ എറണാകുളം, അങ്കമാലിയൊക്കെ ഇല്ലേ, എറണാകുളം, അങ്കമാലി ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് തലവെട്ടി കത്തി. ഇത് ഒരു 700 ഗ്രാം. ഇത് വന്നിട്ട് 1 kg ആണ്, 1 കിലോൻ്റെ ആണത്. പിന്നെ അതിന് നമ്മുടെ നാടൻ വെട്ടുകത്തികളുണ്ട്. ഇതുപോലത്തെ വെട്ടുപണിക്കും അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന നാളികേരം പൊതിക്കാനും വെട്ടാനൊക്കെ പറ്റും. ഇത് എല്ലായിടത്തും പോകുന്നത്. ഇതിനങ്ങനെ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. എവിടെ ചെന്നാലും ഇങ്ങനത്തെ വെട്ടുകത്തികളൊക്കെ പോകുന്നതാണ്. ഇതൊക്കെ ഇതിനൊക്കെ ഇതിൻ്റെ കൂര് ഇങ്ങേറ്റം വരയ്ക്ക് ഉണ്ടാകും. എല്ലാം ലോറി ബസ്സിൻ്റെ സ്പ്രിംഗ് ലീഫിൽ അടിച്ചുണ്ടാക്കി ടെമ്പർ ചെയ്താണ് ഇത് ഈ മോഡലുകൾ. പിന്നെ അതിന് തന്നെ പിടി അടുക്ക് വിട്ട് ഫുൾ ടാങ്ക് കണ്ടല്ലോ. ഇതിൻ്റെ ആകുമ്പോൾ ഇങ്ങേറ്റം വരയ്ക്കും. ഇത് വീട്ടിയുടെ പിടിയാണ്. 3 ആണി പിച്ചള കെട്ടൊക്കെ വെച്ചിട്ട് വീട്ടിലേക്കുള്ള ഇത് ചെറിയ വെട്ടുകത്തി. പിന്നെ അതിൻ്റെ തന്നെ വലുതാണെങ്കിൽ അതിൻ്റെ തന്നെ വലുതുണ്ടത്. ഇത് ചെറുത് ഇത് മീഡിയം സൈസ്. ഇത് വലുതാണ്. ഒരു 800 ഗ്രാം, 1 കിലോ വരെ വെയിറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ അതേപോലെ ഈ മലബാർ ഏരിയയിലൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ടുള്ള വെട്ടുകത്തിയാണത്. മലബാർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെയാണത്. എറണാകുളത്തും ഒക്കെ സാധാരണ എല്ലാവരും ഉപയോഗിക്കും. എങ്കിലും മലബാർ മോഡലാണ് ചുണ്ടുള്ള ടൈപ്പ്. ഇതിൽ തന്നെ ഈ ടൈപ്പ്, പിന്നെ ചെറുതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വലിയ ടൈപ്പ് വലുത്. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് മോഡലുകളുണ്ട്. ഇത് വന്നിട്ട് കാടക്ക, അയർക്ക, പുല്ലൊക്കെ വീശിയൊക്കെ ചെയ്യാൻ പറ്റുന്ന വീട്ടിയുടെ പിടി പിച്ചള കെട്ട നല്ല പുല്ല് വീശിയാണ്. പിന്നെ അതിൻ്റെ തന്നെ ഇത് തെങ്ങ് കയറുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന കൊളുത്തി വെച്ചിട്ട് തെങ്ങൊക്കെ കയറാൻ പറ്റുന്ന ആൾക്കാർ ഉപയോഗിക്കും. അരയിൽ കൊളുത്തിയിട്ട് ചെയ്യുന്ന ബീഫിലടിച്ചുണ്ടാക്കിയ കത്തികളാണ് ഇതൊക്കെ. അതിന് തന്നെ പിന്നെ വേറെ മോഡൽ കോട്ടയം മോഡലാണ് പിന്നെ അടുത്തുള്ളത്. കോട്ടയം മോഡൽ പാലാവാക്കത്തി. പാലാവാക്കത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പാലാവാക്കത്തിൽ തന്നെ ഇതിൻ്റെ ഫുൾ ടാങ്ക് ഇതുണ്ട്. പിന്നെ അതിന് വലിയ ടൈപ്പ് ഉണ്ട്. പിന്നെ ചെറിയ ടൈപ്പുകൾ, വലിയ ടൈപ്പുകൾ, അങ്ങനെ ഒരുപാട് മോഡലുകൾ. ഇത് കവാത്ത് കത്തിയാണ്. ഈ വയനാട് ഭാഗത്തൊക്കെ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കവാത്ത് ചെയ്യാൻ പറ്റുന്ന കവാത്ത് കത്തി. പിന്നെ ഇത് തമിഴ്നാട് മോഡൽ. ഇതിൻ്റെ പിടി വന്നിട്ട് കാളക്കൊമ്പിൻ്റെ പിടി തമിഴ്നാട് മോഡലാണ്. കാളക്കൊമ്പ് പിച്ചളക്കെട്ടൊക്കെ കെട്ടിയ ഈ കട വെട്ടുന്ന കത്തി എന്ന് പറയാം അവിടെ. എന്ന് ആടിനെയൊക്കെ വെട്ടാനൊക്കെ അതിന് പറ്റുന്ന നല്ല ഹെവി വെയിറ്റ് അത്. പിന്നെ പല സൈസുണ്ട്, ചെറുത്, വലുത്, അങ്ങനെ. ഇതിൻ്റെ തന്നെ വേറെ ഷേപ്പ് ഉണ്ട്. വേറെ വെട്ടുകത്തികൾ വേറെ ഷേപ്പ് ഉണ്ട്. ഇതൊരു ഷേപ്പാണ്. ഇതൊക്കെ തമിഴ്നാട് മോഡൽ. അതിൻ്റെ തന്നെ ചെറുത്, വലുത്, ഇതൊക്കെ ഇതിനൊക്കെ കാളക്കൊമ്പ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വന്നിട്ട് ഷറബൻ മോഡൽ മീൻ സാധാരണ ഒരു വെട്ടുകത്തിയാണ്. അതിൻ്റെ പിടി കണ്ടില്ല, ഫാൻസി മോഡലായിട്ട് ഷേപ്പൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് ഷറബൻ മോഡലത്. അതിന് തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് വലുത്. സ്പെഷ്യലായിട്ട് ഓരോ ആൾക്കാർ പറഞ്ഞ് മോഡൽ തന്നിട്ട് ചെയ്തിട്ട് ഉള്ള സാധനങ്ങളാണ് അതൊക്കെ. വീട്ടിയുടെ ഫുൾ ടാങ്ക് പിടിയേക്കിങ് ഏറ്റം വരക്കി വെട്ടുകത്തി തന്നെ. പിന്നെ വേറൊരു മോഡൽ അത് ചിറ്റുപിടി ഉണ്ടല്ലേ, ചിറ്റുപിടി വെട്ടുകത്തി. ഇതിനെല്ലാത്തിനും കൂരിങ്ങേറ്റം വരയ്ക്കാം. വീട്ടിയുടെ പിടി പിച്ചളക്കെട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള നാടൻ വെട്ടുകത്തിയാണ്. അതിൻ്റെ തന്നെ എൻ്റെ കൊളുത്ത് വെട്ടുകത്തിന് വേറെ ഷേപ്പ്, വേറൊരു മോഡൽ. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ രീതിക്ക് ഇഷ്ടപ്പെടും. അതിനനുസരിച്ചിട്ട് പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു മോഡൽ ആലപ്പുഴ. ഒരു ഏകദേശം ആലപ്പുഴ മോഡൽ ശരിക്കും ആയിട്ടില്ല, ഏകദേശം. പിന്നെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം മുറിക്കുന്ന കത്രികയാണ്. മീനൊക്കെ മുറിക്കാനും ചിറകുകളൊക്കെ ഇട്ട് വലിയ പീസാക്കുക. മത്സ്യം മാത്രമല്ല, ചിക്കൻ വെട്ട, പച്ചക്കറിയൊക്കെ അരിയ, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന
ഫിഷ് കത്രി ലോറി ബസ്സിൻ്റെ സ്പ്രിംഗ് ഇതേ ലീഫിൽ തന്നെ അടിച്ചുണ്ടാക്കിയ നല്ല ചിലവാണ് അതിന്. നല്ല കൊണ്ടുപോയവരെല്ലാവരും ഹാപ്പി. എല്ലാവരും ഒരിക്കൽ മേടിച്ചവർ വീണ്ടും വീണ്ടും വന്ന് മേടിക്കേണ്ട ഈ സാധനം ഫിഷ് കത്രിയ. ഇത് പുറത്ത് മറ്റുള്ളവരുടെ ഫിഷ് കത്രിയ കംപ്ലീറ്റ് കിട്ടുന്നതും സ്റ്റീലിൻ്റെയൊക്കെയാണ്. അപ്പോൾ അതൊന്നും അത്ര വലിയ ലാസ്റ്റ് ചെയ്യില്ല, മൂർച്ച കിട്ടില്ല. ഇതൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വീണ്ടും തേച്ച് മൂർച്ചയാക്കാനും പറ്റുന്ന ഒരിക്കലും അടിച്ചുണ്ടാക്കിയ ഫിഷ് കത്രിയ. ഇത് ഞങ്ങളുടെ മാത്രം, ഇത് വേറെ ആരും ഉണ്ടാവില്ല. ഞങ്ങളാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അരിവാളാണ്, പാലക്കാട് മോഡൽ അരിവാളത്. ഇത് ആകുമ്പോൾ പല്ല് ടിപ്പ് ഉണ്ടാവും, കണ്ടല്ലേ, കൊത്തിയെടുത്തിരിക്കുന്നത് കണ്ടത് അതുപോലെ. ഇത് ഇവിടെ പാലക്കാടാണ് കൂടുതൽ ഉപയോഗിക്കുക ഈ മോഡൽ. എല്ലായിടത്തും ഉപയോഗിക്കും, ഇങ്ങനെ പാലക്കാട്. ഇത് ഞങ്ങളുടെ പാലക്കാട് മോഡൽ മറ്റുള്ള സംസ്ഥാന ജില്ലക്കാരും പിന്നെ അതുപോലെ കർണാടക, തമിഴ്നാട് അവരുമൊക്കെ കരിക്ക് അരിവാൾ വേണമെന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് ഇതിന്. ഇതാണ് നാടൻ പാലക്കാടൻ അരിവാൾ. പിന്നെ ഇത് മലബാർ മോഡലാണ്. ഇതല്ലേ ഇത് ഈ ഷേപ്പ്, അവിടെ ഉപയോഗിക്കുന്നത് ഈ ഷേപ്പാണ്. ഇതുമല്ല ഞങ്ങൾ ഇത് മലബാർ മോഡൽ. ഇത് വന്നിട്ട് കോട്ടയം മോഡലാണ്. കോട്ടയം മോഡലിൽ തന്നെ ചെറുതും വലുതൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറിയ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഇത്തിരി വലിപ്പമുള്ളതുണ്ട് ഒക്കെ. പിന്നെ എറണാകുളം മോഡലാണ്. എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന അരിവാൾ ഈ ഷേപ്പിൽ. പിന്നെയുള്ള ഇടുക്കി അരിവാളാണ്. ഇത് ഏലം കവാത്തൊക്കെ ചെയ്യില്ലേ, അതിനുപയോഗിക്കുന്ന അരിവാളാണ്. അതിന് അധികം വെയിറ്റ് പാടില്ല കവാത്ത് ചെയ്യാൻ. ഒരു 150-200 ഗ്രാമിൽ താഴെയൊക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ ചെറിയ അരിവാൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അരിവാളിൻ്റെ അതേ ഷേപ്പിൽ. ചുണ്ട് അത്ര നീട്ടം ഉണ്ടാവില്ല, വെയിറ്റും കുറവായിരിക്കും. ഇതാണ് ഏലം കവാത്ത്, ഇടുക്കി ആ ഏരിയയിലേക്ക് ഉപയോഗിക്കുന്ന ഏലം കവാത്ത്. പിന്നെ നമ്മുടെ തന്നെ നല്ല കത്രിക, ലീഫിലടിച്ചുണ്ടാക്കിയ നല്ല തുണി വെട്ടുന്ന കത്രിക. അല്ല ഏറ്റവും ചെറുത് ഇതാണ്, 8 ഇഞ്ച് വലിപ്പം. അതിൻ്റെ ഇതിന് തന്നെ ഈ ബ്ലാക്ക് തന്നെ 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, 11 ഇഞ്ച്, 12 ഇഞ്ച് വരെയുണ്ട്. കണ്ടില്ലേ, ഏറ്റവും വലുത്. ഇത് തിരുപ്പൂർ ആ ഏരിയയിലൊക്കെ ടൈലറിങ്മാർ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നതായിട്ടും അതൊക്കെ ടൈലറിങ് കത്രിക അതൊക്കെ ആയിരിക്കും. പിന്നെ പിടി പിച്ചളയുടെ ഗ്ലാസിൻ്റെ ഇട്ടത് ഇതും അതുപോലെ 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, 11 ഇഞ്ച്, 12 ഇഞ്ച് വരെ വലിപ്പമുള്ള തുണി വെട്ടുന്ന കത്രികയുണ്ട്. ഇതുപോലത്തെ കത്രികളുണ്ട്. പിന്നെ ഞങ്ങളുടെ കത്തികളുടെ ഗുണം എല്ലാവരും ചോദിക്കുക, എന്താ രാമേന്ദ്രൻ കത്തിയുടെ പ്രത്യേകത എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. അല്ല, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ കത്തികളുണ്ട് ഇരുമ്പിനെ മുറിച്ചെടുക്കുക. ഇരുമ്പിനെ മുറിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടി മുറിക്കുക എന്നല്ല, ഇങ്ങനെ ചെത്തിയെടുക്കുക. കാണിച്ചു തരാം കേട്ടോ. ഇരുമ്പ് മുറിക്കുന്ന പാലക്കാട് രാമേന്ദ്രൻ കത്തി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇപ്പോഴല്ല, പണ്ട് മുതലേ. അത് കാണിച്ചു തരാം, നോക്കിക്കോളൂ. കത്തിയുടെ വാത്തല ആണ് ഇരുമ്പ് മുറിക്കുന്നത്. ഇങ്ങനെയാണ് ഇരുമ്പ് മുറിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കത്തി കൊണ്ട് മാത്രമല്ല, വെട്ട് കത്തി കൊണ്ടോ അങ്ങനെ എല്ലാത്തും കൊണ്ടതാ. ഇത് മീൻ വെട്ടുന്ന കത്തിയാണ്, ഇതുകൊണ്ടും കട്ട് ചെയ്യാം. ഇത് വെട്ട് കത്തിയാണ്, വെട്ട് കത്തി കൊണ്ടും കട്ട് ചെയ്യാം. ഇതാ ഇതിൻ്റെ വാത്തലം മടങ്ങി ഒടിയെ പൊടിയേ അങ്ങനൊന്നും ചെയ്യില്ല. അതിൻ്റെ കണക്കിന് ടെമ്പറിങ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അതിൻ്റെ വാത്തലം മടങ്ങിപ്പോവും. ഒരുപാട് ഇത്തിരി ടെമ്പർ കൂടിക്കഴിഞ്ഞാൽ ആ പൊടിഞ്ഞും പോവും, പൊട്ടിപ്പോവാറുണ്ട്. അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇത് അതിൻ്റെ കണക്കിന് കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായിട്ടും നമുക്കിതുപോലെ ഇരുമ്പ് മുറിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് വെട്ടുകത്തികളുടെ പാലക്കാട് രാമേന്ദ്രൻ കത്തികളുടെ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഉരുക്കിൻ്റെ കത്തികൾ, ഘനം കുറഞ്ഞ പച്ചക്കറി, ഇറച്ചി മീനൊക്കെ അരിയാൻ പറ്റുന്ന ഇതുപോലത്തെ നാടൻ കത്തികൾ കണ്ടില്ലേ, വീട്ടിയുടെ പിടിയൊക്കെ ഇട്ടിട്ടതാ. ഇതിൻ്റെ 3 ഷേപ്പ് ഉണ്ടാവും കണ്ടില്ലേ. ഉരുക്കിലടിച്ചുണ്ടാക്കിയ ഘനം കുറഞ്ഞ പച്ചക്കറി, ഇറച്ചി മീനൊക്കെ അരിയാൻ പറ്റുന്ന നാടൻ കത്തികളാണ്. 3 ഷേപ്പ് ഇതാ. മുനയുള്ളതുണ്ട്, സ്ക്വയർ, റൗണ്ട്, അങ്ങനെ അതിൻ്റെ വലിപ്പ വ്യത്യാസം, ചെറുത്, വലുത്, അങ്ങനെ പല സൈസിലുണ്ട്. ഇത് അതിൻ്റെ മീഡിയം ടൈപ്പ്, അതിൻ്റെ തൊട്ട് ചെറുത്, അതിൽ 3 സൈസ് വരും. ഇതൊക്കെ ഉരുക്കിൻ്റെയാണ് കേട്ടോ. ഉരുക്കിലടിച്ചുണ്ടാക്കി വീട്ടിയുടെ പിടിയൊക്കെ സ്പെഷ്യലാണ്. ടെമ്പറിങ്ങൊക്കെ എല്ലാം ഇതല്ല ഓയിൽ ടെമ്പർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഓരോന്നും ഓരോ മോഡലുകളാണ്. ഇത് ഈ പടലേക്ക് അരിയാൻ പറ്റുന്ന കത്തിയത്, കായ്ക്കൊലയുടെ ചെറിയ ഉരുക്കിൻ്റെ വീട്ടിയുടെ പിടിയിട്ട് പടലേക്ക് അരിയുന്ന കത്തികൾ. പിന്നെ ഇതാ ഉരുക്കിൻ്റെ തന്നെ സാധാരണ നോർമൽ മേസ കത്തികളതാണ്.
നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ വിലയില്ലാത്ത വില കുറഞ്ഞ അത് എല്ലാത്തിലും 3 ഷേപ്പ് വരും. ഇങ്ങനത്തെ അല്ല, അത് പിന്നെ വാളിൻ്റെ കത്തികളിൽ അതേപോലെ 3 ഷേപ്പാണ് തന്നത്. ഇതൊരു ഷേപ്പ്, അങ്ങനെ പല പല മോഡൽ. പിന്നെ ഉള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഐറ്റം പറഞ്ഞിട്ട് മടക്ക് കത്തികളാണ്. മടക്ക് കത്തികളുടെ കളക്ഷൻ ഇഷ്ടം പോലെയാണ്. ഒരു ഒരുപാട് മോഡലുകൾ, ഒരുപാട് അതിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ വേറെയും കുറേ മോഡലുകളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ കുറച്ച് മോഡലൊക്കെ ഇപ്പോൾ ഡിസ്പ്ലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ രുദ്രാക്ഷത്തിൻ്റെ പിടിയിട്ട് കണ്ടില്ലേ, രുദ്രാക്ഷത്തിൻ്റെ പിടിയിട്ട് പിച്ചള കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള മടക്ക് കത്തിയാണ്. അടപ്പൻ എന്ന് പറയും, തിരുവിതാംകൂർ മോഡൽ അടപ്പൻ. ഇതിൻ്റെ ആവശ്യക്കാർ മടക്ക് കത്തികളുടെ പല പല ചെറുത് മുതൽ കണ്ടില്ലേ. ഇത് രുദ്രാക്ഷത്തിൻ്റെ പിടി, ഇത് തന്നെ ഇത് കാളക്കൊമ്പാണ്, കാളക്കൊമ്പിൻ്റെ പിടി കണ്ടില്ലേ. ഇതിൻ്റെയൊക്കെ തകിട് പിച്ചള തകിടാണ്, നല്ല കൂടി പിച്ചള തകിട്ടിട്ട് ഇട്ടിട്ട് മടക്ക് കത്തികൾ. മടക്ക് കത്തികളുടെ തന്നെ ഒരുപാട് മോഡൽ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞങ്ങളുടെ. ചെറുത് വലുത് അതിൻ്റെ തന്നെ നല്ലതാണ്, ചെറിയ ടൈപ്പ് ഒരുപാട് മോഡൽ മടക്ക് കത്തി. ഇതിൻ്റെയൊക്കെ ആവശ്യക്കാർ പൂജാരിമാർ അമ്പലങ്ങളിലൊക്കെ ഗണപതി ഹോമത്തിനും പിന്നെ അതുപോലെയൊക്കെ ഈ തെയ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തോരണങ്ങളൊക്കെ കെട്ടാനും പിടിക്കാനും, പിന്നെ അയ്യപ്പൻ വിളക്ക്, അയ്യപ്പൻ പാട്ട് അങ്ങനെയുള്ളതിന്, പിന്നെ അതുപോലെ പൂജ ആവശ്യങ്ങൾക്ക്, അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ മടക്ക് കത്തിയുടെ ആവശ്യക്കാരുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് പേര് കലക്ഷൻ, ഇതിൻ്റെ മടക്ക് കത്തികളുടെയൊക്കെ തന്നെ കത്തികളുടെ കലക്ഷൻ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമർ ഞങ്ങൾക്കുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഞങ്ങൾ പുതിയ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കാണാറുണ്ട്. ഞങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ഓർഡറുകൾ മടക്ക് കത്തിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടാറുണ്ട്. ഇത് ഏറ്റവും ചെറുതാണ് ഇതായിട്ട്, ഏറ്റവും കുഞ്ഞു മടക്ക് കത്തിയാണ് മടക്ക് കത്തിയിൽ ഏറ്റവും ചെറുത്. ഇത് കീ ചെയിനിലൊക്കെ ഓർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ മടക്ക് കത്തിയാണ്. ആണ് കീ ചെയിൻ മടക്ക് കത്തി. പിന്നെ മടക്ക് കത്തിയിൽ ഒരുപാട് വെറൈറ്റി ഇതൊരു മോഡലാണ്. കാളക്കൊമ്പിൻ്റെ പിടിയൊക്കെ ഇട്ടിട്ട്, കാളക്കൊമ്പിൻ്റെ പിടി പിച്ചളക്കെട്ടൊക്കെ ഒരു 8 ഇഞ്ച് ഒരു 7 ഇഞ്ച് വലിപ്പം മുതൽ മടക്ക് കത്തികളുണ്ട് കേട്ടോ, നല്ല പറ്റുന്ന സൈസ്. അതിൻ്റെ തന്നെ ഇതൊരു അടപ്പൻ, ഇതൊരു മോഡൽ. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മടക്ക് കത്തികളുണ്ട്. നമ്പൂരി കത്തി എന്ന് പറയും ഈ മോഡൽ, ഈ ഷേപ്പിന് നമ്പൂരി കത്തി എന്ന് പറയാം. ഇത് അടപ്പൻ, കാളക്കൊമ്പിൻ്റെ പിടി, ചിത്രപ്പണി. ഇതിനൊക്കെ നോർമലുണ്ട്, പിച്ചള. ഇവിടെ ചിത്രപ്പണികൾ വരുന്നതുണ്ട്. ഈ ചിത്രപ്പണികൾ വരുമ്പോൾ അതിനിത്തിരി വർക്കിനനുസരിച്ച് ലേബർ ചാർജ് കൂടും. അല്ലാതെ ആണെങ്കിൽ ഇതേപോലെയൊക്കെ നോർമലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചാർജ് ഇത്തിരി കുറയും. അങ്ങനെയാണ്. ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റി ഇതാണല്ലോ അടപ്പൻ. ഇതും മടക്കാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഇതൊരു മോഡല് കാണിച്ചു തരാം, ഒന്ന് മടക്കി കാണിച്ചു തരാം. ഇതിന് കുറ്റി തിരികൂറ്റിയാണ് ഇതിൻ്റെയൊക്കെ. അതാണ്ട തിരിയും, ഇതിനാണ് തിരികൂറ്റി പറയാം. തിരികൂറ്റി പിച്ചളക്കെട്ട് കാളക്കൊമ്പ്. ഒരു 9 ഇഞ്ച് വലിപ്പം ഈ കത്തി. ഇതിൻ്റെ മടക്കത്തി സ്റ്റാർട്ടിങ് വന്നിട്ടൊരു 7 ഇഞ്ച് വലിപ്പമാണ് വരിക കേട്ടോ. 7 ടോട്ടൽ നീളമാണ്. മടക്കി കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഉണ്ടാവും. ഇതൊക്കെയാണ് മടക്ക് കത്തികളുടെ ഞങ്ങളുടെ കളക്ഷൻ. പിന്നെ ബഡ്ഡിങ് നൈഫാണ് അത് കാണുന്ന ഏറ്റവും മുകളിൽ വന്നിട്ട് ബഡ്ഡിങ്ങിനൊക്കെ ഉപയോഗിക്കും. ചെടിയുടെയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും കുഞ്ഞ് ബഡ്ഡിങ് നൈഫാണ് അത്. ഏറ്റവും കുഞ്ഞു ബഡ്ഡിങ് നൈഫാണ് അത്, ആ കാണുന്നത്. അതിന് തന്നെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇതാണ്. മടക്ക് കത്തി തന്നെ വേറെ വെറൈറ്റികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് മലപ്പുറം കത്തിയുടെ മോഡലാണ്. എല്ലാവരും മലപ്പുറം കത്തി എന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ. അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നിപ്പം ഒരുപാട് പേര് ഞാൻ ആദ്യമായിട്ട് കാണാനോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പം അതിൻ്റെ ഏകദേശം മോഡലുകളാണ് ഇതൊക്കെ കണ്ടിട്ട്. അതിൻ്റെ ഇതിൽ തന്നെ രുദ്രാക്ഷം കിട്ടിയ മലപ്പുറം കത്തി അല്ലേ. അതിന് കവറുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്ത്. ഇതിനുള്ള കവറുകൾ ഞങ്ങൾ തെച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മലപ്പുറം കത്തിയുടെ ഓരോരോ, അതായത് രുദ്രാക്ഷം കിട്ടിയത്. അതിൻ്റെ ഒരു വെള്ളപ്പിടി ഇതാ, ഇതിൻ്റെ മരപ്പിടി, പിച്ചളക്കെട്ട് മലപ്പിടി. അതിൻ്റെ തന്നെ വേറെ ടൈപ്പ്. പിന്നെ ഇതിൻ്റെ തന്നെ ആനക്കത്തി.
ആനക്കത്തി എന്ന് പറയും. ഇതിൻ്റെയൊക്കെ കവറാണ് ഇതുപോലത്തെ ലെതറിൻ്റെ, ഒറിജിനൽ ലെതറിൻ്റെ. ഇന്നിപ്പോൾ ഈ പണി ചെയ്യാൻ ഒന്നാമത് ഞങ്ങളുടെ ഈ കത്തികളുടെ പണികളൊന്നും പണ്ടത്തെ പോലെ ആരും ഇല്ല, ഇപ്പോൾ വളരെ കുറവാണ്. അതുപോലെ ഇതിൻ്റെ ലെതറിൻ്റെ പണിക്കും തീരെ കിട്ടാനില്ല. ഞങ്ങളത് വേറെ പറഞ്ഞ് പിടിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ലെതറിൻ്റെ കവർ എല്ലാ കത്തികൾക്കും കവർ കൂടി ഉണ്ടാവും, ലെതറിൻ്റെയാണ്. പിന്നെ ജാപ്പാനീസ് മോഡൽ ഇത് ഗൂർഖ കത്തി ഉണ്ട് കേട്ടോ. ഇതാണ് ഗൂർഖ കത്തി ഞങ്ങൾ ചെയ്തത് കേട്ടോ. ഉണ്ട് 2 ടൈപ്പ്. കുക്കറി ഗൂർഖ കത്തി നേപ്പാൾ, ഇത് ഞങ്ങളുടെ മോഡൽ. പിന്നെ ഗൂർഖ കത്തി ഇത് അരത്തിലടിച്ചുണ്ടാക്കി, ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫിൽ അടിച്ചുണ്ടാക്കി കത്തി, അങ്ങനെ 2 തരം. ഞങ്ങളുടെ ഇവിടെ അരത്തിൻ്റെ ഗൂർഖ കത്തി കുക്കറി നൈഫ് ഇതാണെന്ന് പറഞ്ഞില്ലേ, അതിന് ലെതറിൻ്റെ കവർ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നും ചെറുത്. പിന്നെ അടുത്ത് പരിചയപ്പെടുത്താനുള്ളതാണ്ടില്ല ഇതുപോലത്തെ ഷഫ് നൈഫുകളാണ്. സ്പ്രിംഗ് സ്റ്റീൽ മെറ്റീരിയൽ ഉണ്ടാക്കിയ വീടിയുടെ പിടി പിച്ചളക്കെട്ടൊക്കെ വെച്ചുള്ള സ്പെഷ്യൽ നൈഫാണ്. ഷഫ്മാരൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈനാണ്. അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നല്ല ആ മോഡലൊക്കെ ഷഫ് നൈഫാണ്. ഇതിൻ്റെ ഫിഷ് നൈഫ്, ഇത് ഷറബൻ മോഡൽ. സ്പെഷ്യലായിട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് പിച്ചളൊക്കെ പതിച്ച് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഷർബൻ മോഡൽ നൈഫുകൾ. പിന്നെ അതിൻ്റെ വെറൈറ്റി ഒരുപാട് വെറൈറ്റികളുണ്ട്. അതായത് തന്നെ ഇപ്പോൾ ഒരുവിധം മോഡലൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ ഇതാ വിദേശത്ത് മാത്രം കാണാൻ പറ്റുന്ന മോഡലുകൾ അതൊക്കെ, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ മോഡലുകളൊക്കെ ഉണ്ട്. ഫിനിഷിംഗ് ആയിട്ട് ഇതിൻ്റെ വീട്ടിയുടെ പൊടി, വാഷർ, പിച്ചളക്കെട്ട് ഒക്കെ വെച്ചിട്ട് അതൊക്കെ ഓരോരോ ഡിസൈനാണ്. സമയത്ത് നമ്മളിവിടെ പല കാരണങ്ങളായിട്ട് മെറ്റീരിയൽ എടുക്കാൻ പോകേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ വർക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മിക്കപ്പോഴും ഓട്ടത്തിലായിരിക്കും. ഞാനില്ലെങ്കിൽ ഇവർ 2 പേരാണ് അപ്പോൾ ഈ കട, ഈ സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നത് ഇവർ 2 പേരാണ് കേട്ടോ. അതുകൂടിയിട്ട് എല്ലാ ഇവിടെ വരുന്നവരും മറ്റുള്ളവരും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എല്ലപ്പോൾ എന്നെ കണ്ടില്ലേ തന്നെ അയ്യോ വീഡിയോ കണ്ടതാ ഇന്ന ആളായിരുന്നു അല്ലാന്ന്, അങ്ങനെയല്ല. ഇത് അപ്പോൾ ഇവരായിരിക്കും ഈ കട ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവർ 2 പേരാണ് മെയിനായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള അടുത്തായിട്ട് അരിവാ തോട്ടിയാണ്. അത് ഏറ്റവും ചെറുതാണ് കേട്ടോ. തോട്ടിയിൽ അരിവാ തോട്ടി, കൊങ്കി, അങ്ങനെയൊക്കെ പലയിടത്തും പല ഇതാണ് പറയപ്പെടുന്നത്. പിന്നെ ഞങ്ങളിവിടെ അരിവാ തോട്ടി എന്നാണ് പറയാം അല്ലേ. തോട്ടിയുടെ അറ്റത്ത് വെച്ച് കെട്ടുക, 2 ആണിയോ അല്ലെങ്കിൽ കയറ കമ്പിയൊക്കെ ഇട്ട് ടയറിൻ്റെ ട്യൂബൊക്കെ ഇട്ട് വലിച്ച് കെട്ടാൻ പറ്റും. അതിൽ ഏറ്റവും ചെറുത് ചെറിയ ആവശ്യങ്ങൾക്ക് പൂക്കളൊക്കെ വലിക്കുക, പേരയ്ക്ക, അങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് ഇത്. പിന്നെ അതിൻ്റെ അടുത്ത വലുതാണ്. എൻ്റെ ഒരു 3-4 വലിപ്പത്തിൽ, ഒരുപാട് വലിപ്പത്തിലുണ്ട്. ഏറ്റവും ചെറുത്, അതിൻ്റെ മീഡിയം, പിന്നെ അതിൻ്റെ ഇത് അടയ്ക്കൊക്കെ വലിക്കാനൊക്കെ ഈ ഷേപ്പ് ഇട്ടിരിക്കുന്നത്. അടയ്ക്കൊക്കെ വലിക്കാൻ ഉള്ള കത്തിയാണ് ഇത്, അടയ്ക്ക കത്തി. പിന്നെ അതിൻ്റെ തന്നെ ഇവിടെ മൂർച്ചയുള്ളത്, വാത്തലയിലും ഇവിടെ മൂർച്ചയുള്ള, ഇവിടെ മൂർച്ച വലിക്കാനും പറ്റും. ഇങ്ങനെ നെട്ടിയിൽ കുത്താം. അതിൽ തന്നെ ഒരു 3 വെറൈറ്റി ഉണ്ട്. ഇങ്ങനെ വലിക്കാനും ഇങ്ങനെ പറ്റും. ഇതൊരു വെറൈറ്റി. അതിൻ്റെ ഇതൊന്ന് പിന്നെ അതിൻ്റെ സാധാ ഇതൊരു ടൈപ്പ്. അങ്ങനെ ഇതിവിടെ മൂർച്ചയുള്ളതാണ്. ഈ ഭാഗത്തുണ്ട് ഇവിടെയും മൂർച്ചയുണ്ട്, ഇവിടെയും മൂർച്ചയുണ്ട്. ഇതിനെല്ലാത്തിനും ഇവിടെ മൂർച്ചയുള്ളതാണ്. അല്ല ഇതുപോലത്തെ ഒരു 3 വെറൈറ്റി. പിന്നെ ഉള്ളത് വലുത്, ഏറ്റവും വലുത്, അതിൻ്റെ തന്നെ ഹെവി കാനമുള്ള തന്നെ നല്ല ഷാർപ്പാണ്, പെർഫെക്റ്റ് ആയിരിക്കും കട്ടിങ്ങൊക്കെ വലിക്കാനും കുത്താനും. പിന്നെ KICB, ഇതാണ് ഏറ്റവും ഹെവി. അരുവാ തോട്ടിൽ ഏറ്റവും വലുതാണ് കേട്ടോ. ഇത് KICBക്കാരൊക്കെ ഉപയോഗിക്കില്ലേ, അതിന് ടച്ചിൻസൊക്കെ കട്ട് ചെയ്യുക, പിന്നെ തടികളൊക്കെ കട്ട് ചെയ്യുക, അങ്ങനെയുള്ള ആവശ്യത്തിനാണ് അത് കൂടുതലായിട്ട് പോകുന്നത്. KICBക്കാർക്ക് അത്യാവശ്യം എല്ലാ KICBക്കാരും വന്നിട്ട് മേടിക്കാറുണ്ട്. ഞങ്ങളിൽ നിന്ന് വന്ന് മേടിക്കാറുണ്ട്. ഇതാണ് എല്ലായിടത്തേക്കും അയച്ചും കൊടുക്കാറുണ്ട്. ജോലി ചെയ്യുന്ന ആൾക്ക് KICB വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ഇഷ്ടം പോലെ ഇത് പോകാറുണ്ട്. അതേപോലെ ടച്ചിൻസ് കിട്ടുന്നത് നന്നായിട്ട് ചിലവുള്ള ഐറ്റമാണ് അരുവാ തോട്ടിയൊക്കെ. ഇതാണ് അരുവാ തോട്ടി. സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇതുപോലെ കൈക്ക് ഇണങ്ങിയത് ഏതാണ്, കൈക്ക് പിടിച്ച് നോക്കി കണ്ടില്ലേ, കൈ ഇങ്ങനെ നോക്കിയെടുക്കുന്ന ഒരു സുഖമാണ്. അങ്ങനെ വരാൻ പറ്റുന്നവർ അധികം വരിക, വന്ന് മേടിക്കുക, അതേപോലെ നോക്കി മേടിക്കാൻ പറ്റും. അതോ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസ് ആയിട്ട് ഇതേപോലെ ഓൾ ഇന്ത്യ എല്ലായിടത്തേക്കും കൊറിയർ അയക്കുന്നതാണ്. പാർസലായിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് കൊറിയറായിട്ട് അയക്കും. ഇല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് തപാലാണെങ്കിൽ തപാൽ മാർഗം. അത് ഏതാണോ വേണ്ട, തപാലിൽ അയക്കണോ കൊറിയർ അയക്കണമെന്ന് അവർ ജനങ്ങളുടെ സൗകര്യം അവർ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, നീറ്റായിരിക്കും പാക്കിങ്. എന്നിട്ട് കൊറിയർ മുഖേന അയക്കും കണ്ടില്ലേ. അത് ഒരു കത്തി ഞങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു കത്തിയാണെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കും. മിനിമം 50 രൂപയാണ് പാർസൽ ചാർജ് വരും. കേരളത്തിനകത്ത് വരുന്നത് 50 രൂപ മിനിമം വരും. പിന്നെ അതുപോലെ ഇത് കൂടുതൽ സാധനങ്ങളാണെങ്കിൽ അതും ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇതേപോലെ പാക്ക് ചെയ്തിട്ട് ഇത് വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു പാക്കിങ്ങാണ്.
അപ്പോൾ അവർ അഡ്രസ്സ് തന്നിട്ടില്ല, അതുകൊണ്ട് അഡ്രസ്സ് എഴുതിയിട്ടില്ല. ഞങ്ങളുടെ ഫ്രമും ടു ഒക്കെ എഴുതിയിട്ട് ഇതുപോലെ വേണ്ടല്ലോ, ഇതിപ്പോൾ ഒന്ന് അയക്കാനുള്ളതാണ്. ഇതുപോലെ എഴുതി അഡ്രസ്സും പിൻകോഡൊക്കെ എഴുതിയിട്ട് അയക്കും. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് മുഖേനൊക്കെ ആണെങ്കിൽ വീട്ടിലെത്തും. ഇനി കൊറിയറുകാരാണെങ്കിൽ കൊറിയർ എങ്ങനെ വേണമെങ്കിൽ അയക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉണ്ട്. അതിനകത്ത് പൈസ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൊറിയറൊക്കെ അയക്കുക. ഓൾ ഇന്ത്യയിലൊട്ടാകെ കൊറിയർ അയക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാമേന്ദ്രൻ കത്തികളുടെ പേരും പറഞ്ഞ് ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കച്ചവടം. ഇപ്പോൾ ഏതൊരു എക്സിബിഷനിൽ പോയാലും ഇല്ലെങ്കിൽ ഉത്സവ പറമ്പിൽ പോയാലോ ഇല്ലെങ്കിൽ വഴി വാങ്ങിച്ച് മറ്റേ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഇത് രാമേന്ദ്രൻ കത്തിയാണെന്ന് പറയുന്ന ഒരുപാട് കച്ചവടക്കാർ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞങ്ങളുടെ അറിവോ ഞങ്ങളുടെ സമൂഹത്തോടു കൂടിയിട്ടല്ല, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതല്ല. ഞങ്ങളുടെ സ്ഥാപനം പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ, അവിടെയാണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത്. പിന്നെ ഒരുപാട് പേര് എക്സിബിഷനിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പ് രാമേന്ദ്രൻ കത്തിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥാപനം അവിടെ ഉണ്ടോ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ഞങ്ങൾ എവിടെയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, പാലക്കാട് കൊടുവായൂരാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.